ശ്യാം സായി എഴുതിയ കടസി അതിഥി എന്ന പുസ്തകമാവട്ടെ എന്ന് പ്രവത ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൻ്റെ 3-ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. പ്രണയമാണോ സൗഹൃദമാണോ ഈ പുസ്തകത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. രണ്ടും ഒരുപോലെ മത്സരിക്കുന്ന ഒരു പുസ്തകം. ടെൻഷനാക്കുന്ന ഒത്തിരി ട്വിസ്റ്റുകളുള്ള പുസ്തകമാണെങ്കിൽ കൂടിയില്ലേ, നല്ല രസമായിട്ട് ഒരു ചെറിയ കാറ്റ് വന്ന് മുടിയിലൊക്കെ ഇങ്ങനെ തഴുകിപ്പോകില്ലേ, അതുപോലെ ഒരു തലോടൽ പോലെ വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. പുസ്തകം വായിച്ചപ്പോൾ ഉണ്ടായ എൻ്റെ ഫീൽ ഇപ്പം എങ്ങനെ പറയാം. അതായത് ഒരു സിനിമയിൽ നസ്രിയ പറയില്ലേ, അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം എന്ന്. അതുപോലെയാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് അടിവയറ്റിൽ മഞ്ഞ് വീണൊരു സുഖമാണ് ഉണ്ടായിരുന്നത്. അതിന് കാരണം ഇടയ്ക്കിടയ്ക്കുള്ള സ്വപ്നഭൂമിയിലേക്കുള്ള യാത്രയും ഇശീലി എന്ന കഥാപാത്രം തന്നെയാണെന്ന് തോന്നണം കേട്ടോ. കലയെയും കഴിവിനെയും എഴുത്തിനെയും അമ്മയുടെ വാക്കിനെയൊക്കെ അത്രത്തോളം ചേർത്ത് നിർത്തുന്ന ഒരു പുസ്തകം. സിദ്ധ് സ്വപ്നഭൂമിയിലേക്ക് പോകാതിരിക്കുന്ന അവസ്ഥയിലല്ലേ നമ്മുടെ മനസ്സ് കിടന്ന് പെടഞ്ഞു പോവും. വല്ലാതെ മരവിച്ച അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുചെന്ന് നിർത്തും. ആ സമയത്ത് ഒരു നേരത്തെ മഞ്ഞിൻ്റെ നൈർമല്യത്തോടെ വന്ന് മനസ്സിനെ പിടിച്ച് കുലുക്കി കടന്നു പോവാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥയും കഥാപാത്രങ്ങളും തരുന്ന പുസ്തകം. പുസ്തകത്തിൻ്റെ അവസാനം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ടുചെന്ന് നിർത്തുന്ന കടസി അതിഥി. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ശ്യാം സായി എഴുതിയ കടസി അതിഥി.